ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽപ്പെട്ട വെറും 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ 10 ചോദ്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരളത്തിൽ ബന്ദിഭോജനം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 1917 ചെറായിൽ വെച്ചാണ് ജാതിവ്യവസ്ഥയ്ക്കെതിരെ സഹോദരൻ അയ്യപ്പൻ ഈ വിപ്ലവകരമായ ബന്ദിഭോജനം സംഘടിപ്പിച്ചത്. ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെ? ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഇത് ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ നിരകളിലാണ് ഗംഗോത്രി ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി എന്ന പേരിലാണ്. ചോദ്യം നമ്പർ 3 ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ തകരാറാണ് ഡയാലിസിസിലേക്ക് നയിക്കുന്നത്? ഉത്തരം വൃക്ക. വൃക്കകൾ രക്തം ശുദ്ധീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ മാർഗത്തിൻ്റെ പേരാണ് ഡയാലിസിസ്. ചോദ്യം നമ്പർ 4 കായികപരവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയിലെ കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ ഖേൽ രത്ന ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മേജർ ധ്യാൻചന്ദ്. ഇദ്ദേഹം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ആഗസ്റ്റ് 29 ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു ഇദ്ദേഹം. ചോദ്യം നമ്പർ 6 നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്. കേരളത്തിലെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. 1907 അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ഇദ്ദേഹം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. ചോദ്യം നമ്പർ 7 സാഹിത്യവുമായി ബന്ധപ്പെട്ട്. മലയാളത്തിലെ പ്രശസ്ത കവിതയായ വീണപൂവ് രചിച്ചത് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാള കവിതയിലെ ഭാവുകത്വ പരിണാമത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് വീണപൂവ്. ആശയഗംഭീരൻ എന്ന പേരിലും ഈ കവി അറിയപ്പെടുന്നു. ചോദ്യം നമ്പർ 8 ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്. നിശാന്തത ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ A. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ A. ഇലക്കറികൾ, ക്യാരറ്റ് എന്നിവയിൽ ഇവ ധാരാളമായി കാണപ്പെടുന്നു. ചോദ്യം നമ്പർ 9 കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ജനങ്ങളോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തതുകൊണ്ട് കൊല്ലത്തെ കുണ്ടറയിൽ വെച്ച് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. 1809 ഈ വിളംബരം തുടങ്ങിയത്. ചോദ്യം നമ്പർ 10 ഭൂമിശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട്. ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഗുജറാത്ത്. ഏകദേശം 1600 കിലോമീറ്ററോളം നീളമുള്ള കടൽ തീരമാണ് ഗുജറാത്തിനുള്ളത്. ഇതിൽ 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. വീഡിയോ കണ്ട എല്ലാവരും ഈ 10 ചോദ്യങ്ങളും ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഇത് ഉപകാരപ്രദമായി തീരട്ടെ. നന്ദി.